വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ +1 ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ആർ യു റെഡി? ഓക്കെ ആണോ മക്കളെ? കേൾക്കാനേ ഓക്കെ ആണോ? അപ്പൊ ഈ പറയുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കും? മാത്രമല്ല നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ സമ്മറി, അതുപോലെ തന്നെ PYQs, ദെൻ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അവൈലബിൾ ആണ്. എങ്ങനെ കിട്ടും? നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് എവിടെ ഉണ്ടാവും അറിയോ? എവിടെയാണ് ഉണ്ടാവുക? കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ എജുപോട്ട് ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആണ്. ആഫ്റ്റർ ഓണം എക്സാം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാലം പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാണ്? യെസ്, നമ്മുടെ എക്സാമുകളൊക്കെ വന്ന് അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, ഇപ്പൊ ഓണം എക്സാം ഇതുവരെ ആയി, ഓക്കെ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലോ? റെഡി ആണല്ലോ? നമ്മൾ ഈ വരാൻ പോകുന്ന ഡിസംബറോടെ നമ്മൾ പോർഷൻസ് മുഴുവൻ തീർക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന്. റെഡി ആണല്ലോ? എന്നാ വാ. Classify discipline geography based on regional approach. ഓർക്കുന്നുണ്ടല്ലോ ഈ ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അവിടെ നമുക്ക് 2 അപ്രോച്ചസ് പഠിക്കാണ്ട്, റീജിയണൽ അപ്രോച്ചും സിസ്റ്റമാറ്റിക് അപ്രോച്ചും. റീജിയണൽ അപ്രോച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തായാലും ഷുവർ എസ്എ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കും. എന്താണ് പ്രാദേശിക സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്രത്തെ വിജ്ഞാന ശാഖയെ വർഗീകരിക്കുക? ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാം? എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം മക്കളെ? റീജിയണൽ ജോഗ്രഫി ഡീൽസ് വിത്ത് റീജൻസ് ഓഫ് ഡിഫറെന്റ് സൈസ്, can be based on simple factors like rainfall, vegetation, per capita income. Regions also could be based on multi-factors when 2 or more factors are associated. എന്താണ് മക്കളെ? വിവിധ വലിപ്പത്തിലുള്ള പ്രാദേശിക ഭൂവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഭൂമിശാസ്ത്ര വിവരങ്ങളാണ് നമ്മൾ എവിടെ കൈകാര്യം ചെയ്യുന്നത്? പ്രാദേശിക ഭൂമിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥലം മഴയുടെ ലഭ്യത, അതുപോലെ നമ്മുടെ പ്രകൃതിയിലുള്ള സസ്യജാലകങ്ങൾ, അതുപോലെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയോ അവരുടെ പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? Then the main branches of regional geography പഠിച്ചു വെച്ചോളൂ. 4 എണ്ണമാണ്. പഠിച്ചു വെച്ചോളൂ. റീജിയണൽ പ്ലാനിങ്, റീജിയണൽ ഡെവലപ്മെന്റ്, റീജിയണൽ അനാലിസിസ് ആൻഡ് റീജിയണൽ സ്റ്റഡീസ്. പഠിച്ചു വെച്ചോളൂ മക്കളെ. 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാദേശിക പഠനങ്ങളെ, പ്രാദേശിക അപഗ്രഥനം, പ്രാദേശിക വികസനം, പ്രാദേശിക ആസൂത്രണം, 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ എന്തും കൂടെ പഠിച്ചു വെക്കുക. ഇത് ഓരോന്നും എന്താണെന്നും കൂടെ പഠിച്ചു വെച്ചോളൂ. നിർബന്ധമായിട്ട് പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബിഗ് ബാങ് തിയറി അറിയാലോ? ബിഗ് ബാങ് തിയറി ആരാണ്? എഡ്വിൻ ഹബിൾ. അദ്ദേഹത്തിന്റെ ഈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ഹൈപ്പോത്തിസിസ് ഓൺ ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. എന്താണ്? പ്രപഞ്ച രൂപീകരണത്തിന് കാരണമായ സിദ്ധാന്തങ്ങളിൽ പരക്കെ ഒന്നും കൂടെ ഒക്കെ ആയിട്ട് അംഗീകരിച്ചൊരു സിദ്ധാന്തമാണ് ഏതാണ് മക്കളെ? മഹാവിസ്ഫോടന സിദ്ധാന്തം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ സ്കോളർ who postulated this hypothesis. ആരാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ പേര് എഴുതാൻ പറയണം. അറിയാലോ? ഓക്കെ ആണല്ലോ? ബി എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ദ ഡെവലപ്മെന്റ് ഓഫ് യൂണിവേഴ്സ്.
എന്താണ് ഈ അദ്ദേഹം ഒരു 3 സ്റ്റേജിലൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ബിഗ് ബാങ് തിയറി എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, എന്നിട്ടിട്ട് ആരാണ് ആ ചിന്തകന്റെ പേര് എഴുതാ, അറിയില്ലേ? എഡ്വിൻ ഹബിളിനെ അറിയാലോ. യെസ്, ബി ഇട്ടിട്ട് അദ്ദേഹം എങ്ങനെയൊക്കെയാണോ അത് വിവരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം എന്താണ് പറയുന്നത് അറിയാലോ? ടിനി ബോൾ അറിയില്ലേ? ഈ ലോകത്തിലുള്ള ഈ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും ഒരു കുഞ്ഞു ബോൾ, ടിനി ബോളിന്റെ അകത്ത് ആക്കി മാറ്റുന്നുണ്ട്. The unimaginably small volume, the infinite temperature and infinite diversity എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞു ബോള്. ഓക്കെ ആണല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? Then when the big explosion, എന്താ സംഭവിച്ചത്? ഒരു വലിയ സ്ഫോടനം, ഒരു ബിഗ് ബാങ് നടന്നപ്പോൾ ആ ഒരു ടിനി ബോൾ അതുഗ്രമായിട്ട് പൊട്ടിത്തെറിക്കും. അറിയാലോ? പൊട്ടിത്തെറിച്ച് അത് ഭീമമായിട്ട് ഇങ്ങനെ വികസിക്കാൻ തുടങ്ങി. അതാണ് അദ്ദേഹം ഓരോ സ്റ്റേജ് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബാങ് തിയറി എഡ്വിൻ ഹബിളിന്റെ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ 2 എസ്സേ പറഞ്ഞു, പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത കൂടുതലുള്ള ഒരു എസ്സേ ആണ് which are the 3 types of seismic waves generated by an earthquake, which is the instrument used to record the seismic waves. എന്താണ്? ഭൂകമ്പം മൂലമുണ്ടാകുന്ന 3 തരം സീസ്മിക് തരംഗങ്ങൾ ഏതെല്ലാമാണ്? ഇവ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ എന്താണ്? ഭൂകമ്പത്തിന്റെ ഫലമായി 2 തരം ഭൂകമ്പങ്ങൾ നമുക്കുള്ളത്. ഏതൊക്കെയാണ്? എന്താണ്? ഒന്ന് ബോഡി വേവ്സും സെക്കൻഡ് വൺ ഈ സർഫസ് വേവ്സുമാണുള്ളത്. എന്താണ്? ബോഡി തരംഗങ്ങളും ഉപരിതല തരംഗങ്ങളും. ദെൻ ഭൂകമ്പ കേന്ദ്രത്തിൽ ഫോക്കസിൽ നിന്നും ഊർജം ബഹിർഗമിക്കുമ്പോൾ ബോഡി തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവ നോട്ട് ചെയ്ത് വെക്ക, ബോഡി വേവ്സും സർഫസ് വേവ്സും. ദെൻ ബോഡി വേവ് 2ആയി തരം തിരിക്കുന്നത്, ബി വേവ്സ്, എസ് വേവ്സ്. അറിയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി വേവ്സ് പറയുമ്പോൾ എന്താണ്? പ്രൈമറി വേവ്സ് ആണ്. ദെൻ ഫാസ്റ്റർ ദാൻ എസ് വേവ്സ്. എസ് വേവ്സിന് ഒന്നും കൂടെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ് പി വേവ്സ്. ദെൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സർഫസിൽ എത്തുന്ന ഏത് വേവ്സാ? പി വേവ്സ് ആണ്. ദെൻ ഓൾസോ സിമിലർ ടു സൗണ്ട് വേവ്സ് ആണ്, സിമിലർ ആണ്. ദെൻ ട്രാവൽ ത്രൂ ഗ്യാസസ്, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഏതിലൊക്കെ സഞ്ചരിക്കുന്നത് ഒരേ സമയം? ഏതിലൊക്കെയാണ്? ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും ഖരാവസ്ഥയിലൂടെയും ഒക്കെ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന തരംഗമാണ് ഏത്? പ്രൈമറി വേവ്സ്. ദെൻ മറ്റൊന്നാണ് ഏത് മക്കളെ? എസ് വേവ്സ് ആണ്. ഇത് സെക്കൻഡറി വേവ്സ് ആണ്. ട്രാവൽ അറ്റ് എ സ്ലോവർ സ്പീഡ്, വളരെ ചെറിയ സ്പീഡ് മാത്രമാണ്. ദെൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് മെറ്റീരിയൽസ്. ഖരാവസ്ഥയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, നമ്മുടെ എസ് വേവ്സ് സഞ്ചരിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? പഠിച്ചു വെച്ചോളൂ മക്കളെ. അതുപോലെ എർത്ക്വേക്കിന്റെ തീവ്രതയും വ്യാപ്തിയും അളക്കുവാനുള്ള 2 സ്കെയിലുകളുണ്ട്. ഏതാണ് മക്കളെ? വ്യാപ്തി അളക്കുന്ന റിക്ടർ സ്കെയിലും അതുപോലെ തന്നെ തീവ്രത അളക്കുന്ന മെർക്കല്ലി സ്കെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളി. ഓക്കെ ആണല്ലോ മക്കളെ? നമ്മുടെ എജുപോർട്ട് ന്യൂ ആയിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും അറിഞ്ഞല്ലോ? അത്ര ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യുക, എജുപോർട്ടിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മെന്റർഷിപ്പ് ഉണ്ട്, ഡൗട്ട് ക്ലിയർ സെഷനും ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ദെൻ 24 hours നിങ്ങൾക്ക് എന്താണ് എല്ലാ റെക്കോർഡ് ക്ലാസ് ഏത് സമയത്ത് കാണാൻ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? എജുപോർട്ടിന്റെ ആപ്പൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാത്തവരുണ്ടോ? നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ എല്ലാ വിഷയത്തിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്, ഫ്രീ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എജുപോർട്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആഫ്റ്റർ ഓണം എക്സാമിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനില്ലേ? അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 3 types of
seismic waves are generated by an earthquake. Which among them is most destructive? Mention is the characteristics. എന്താണ്? 3 തരം ഭൂകമ്പ തരംഗങ്ങളുണ്ട്. അവയിൽ ഏതാണ് കൂടുതൽ അപകടകാരി? ഏതാണ്? അതുപോലെ തന്നെ അവയുടെ സവിശേഷതകളെ ചുരുക്കി എഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് മക്കളെ? നമുക്കൊന്ന് ടെക്ടോണിക് എർത്ത്ക്വേക്സ് ആണല്ലേ. ടെക്ടോണിക് എർത്ത്ക്വേക്സ് ഭൂമിയുടെ ഉപരിതല ഘടനയുമായി ബന്ധപ്പെട്ട ഭൂകമ്പമാണ്. മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു എർത്ത്ക്വേക്ക് ആണ് ഏത്? ടെക്ടോണിക് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്? വോൾക്കാനിക് എർത്ത്ക്വേക്ക്. ഇത് എവിടെയാ ഉണ്ടാവുക? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഏത്? വോൾക്കാനിക് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. Then third one is collapse earthquake. ഇതെങ്ങനെയാണ്? ഖനികളുടെ മേൽക്കുരകൾ തകർന്നു വീഴുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയാണ് ഏത്? കൊളാപ്സ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്? എക്സ്പ്ലോഷൻ എർത്ത്ക്വേക്ക്. ആണവരാസ ഉപകരണങ്ങളുടെ സ്ഫോടനം മൂലമുണ്ടാകുന്ന ഭൂമികുലുക്കമാണ് ഏത്? എക്സ്പ്ലോഷൻ എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ സ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. Then last one is reservoir induced earthquake. ജലസംഭരണികൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? ഇപ്പൊ വളരെ അളവിൽ ജലങ്ങളൊക്കെ സംഭരിച്ചു വെക്കൂല. ഇപ്പൊ ഡാമൊക്കെ അറിയാലോ. അപ്പൊ ഈ ഡാമിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്? എർത്ത്ക്വേക്കുകൾ സംഭവിക്കാറുണ്ട്. അത് ഏത് എർത്ത്ക്വേക്കാണ്? ഏതാണ് മക്കളെ? റിസർവോയർ ഇൻഡക്റ്റഡ് എർത്ത്ക്വേക്ക് ആണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പാൻജിയ and Pandalasa are the most term associated with the continental drift theory. ഓർക്കുന്നുണ്ടോ? continental drift theory. ആൽഫ്രഡ് വാഗ്നർ. Identify the person. പറഞ്ഞു അല്ലെ? ആരാണ് ആ പേഴ്സൺ who put forward this theory and write a brief നോട്ട് ഓൺ ദ തിയറി. എന്താണ് മക്കളെ? പാൻജിയ, പന്തലാസ എന്നീ വൻകര വ്യാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടവയാണ്. ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതുപോലെ തന്നെ എന്തും കൂടെ എഴുതണം. ആ സിദ്ധാന്തം എന്താണെന്നൊരു ചെറു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? ഈ ടോപ്പിക്കിൽ നിന്നും എസ്സേ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചോളി മക്കളെ. എന്തായാലും ചോദിക്കും. എന്താണ് മക്കളെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി കൊണ്ടുവന്ന വ്യക്തിനാണ്ടോ? ആൽഫ്രഡ് വാഗ്നർ ആണ്. ഇവിടെ പറയുന്ന അദ്ദേഹം ആരാണ്? ഒരു ജർമ്മൻ മീറ്റിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഏത് പറയുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പൊ തിയറി എന്താന്നൊക്കെ പഠിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അദ്ദേഹം പറയുന്നുണ്ട് പന്തലാസ എന്ന ഒരു വലിയ സമുദ്രം, പന്തലാസ സമുദ്രമാണ് പാൻജിയ വൻകരയാണ്. ഈ വൻകരയെ ആവരണം ചെയ്ത് പന്തലാസ് എന്നൊരു മുഴുവൻ വെള്ളവും എന്നാണ് അതിൻ്റെ അർത്ഥമായി വരുന്നത്. ദെൻ അപ്പൊ എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പാൻജിയെ 2 വലിയ വൻകരകളായി മുറിഞ്ഞ് ഏതൊക്കെ മാറിയിട്ടുണ്ട്? ലൗറേഷ്യയും ഗോഡ്വന ലാൻഡുമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്? ഈ ലൗറേഷ്യ വീണ്ടും എന്തായി ഡിവൈഡ് ആവുന്നുണ്ട്? വീണ്ടും ചെറിയ ഭൂഖണ്ഡങ്ങളായിട്ട് മുറിയുന്നുണ്ട്. വെഗ്നറിന്റെ സിദ്ധാന്തത്തിന് എന്താണ്? ഉപോദ്ബലമായി പല തെളിവുകളും വാദഗതികളും നിരത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗോഡ്വന ലാൻഡ് മുറിഞ്ഞാണ് ഏതൊക്കെ ഉണ്ടായത്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത് ഗോഡ്വന ലാൻഡ് മുറിഞ്ഞിട്ടാണ്. ഇന്ത്യ വേർപെട്ട് എങ്ങോട്ട് പോവുകയാണ്? വടക്ക് കിഴക്കേ ദിശയിലോട്ട് നീങ്ങുന്നുണ്ട്. അതുപോലെ വെഗ്നറുടെ അഭിപ്രായത്തിൽ ഒരു വൻകരയിൽ നിന്നും ഒരു സമുദ്രത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും വൻകരകളും സമുദ്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു മഹാസമുദ്രത്തിന്റെ പേര് പറയാൻ പറയുന്നുണ്ട്. ദെൻ മാത്രമല്ല ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി
ഒരുപാട് എവിഡൻസുകൾ നികത്തുന്നുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഏതൊക്കെയാണ്? റോക്ക് ഓഫ് ദി സെയിം ഏജ്, ഗോൾഡ് ഡെപ്പോസിറ്റും ഫോസിലുകളും ഒക്കെ അതിന് എന്താണ് തെളിവുകളായിട്ട് പറയുന്നുണ്ട്. ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഭാഗത്ത് പറയുന്നുണ്ട് തെക്കേ അമേരിക്കയും ആഫ്രിക്കയും തമ്മിൽ ആദ്യം ഒരു ഭൂഖണ്ഡമായിരുന്നു, പിന്നീട് വേർപെട്ട് പോയതാണല്ലോ. ഒരുപാട് എവിഡൻസുകൾ ഇതിലൂടെ പറയുന്നുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എസ് പ്രതീക്ഷിക്കാം. എന്താ ചോദിക്കും മക്കളെ? പഠിച്ചോളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ നോട്ട് എങ്ങനെ ലഭിക്കും? അങ്ങനെ ലഭിക്കും മക്കളെ. നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് അവൈലബിൾ ആണ്? ഈ നോട്ട്സ് മാത്രമല്ല, ഈ എല്ലാ നോട്ട്സും കിട്ടും. ഇപ്പൊ ജോഗ്രഫിയിലെ എല്ലാ നോട്ട്സും, അതുപോലെ തന്നെ PYQ, മൈക്രോബിറ്റ്, മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ വരെ എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ ഈ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് എവിടെ ഉണ്ടാകും? എവിടെ ഉണ്ടാവുക? നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഓക്കെ അല്ലേ? ജോയിൻ ചെയ്യല്ലേ? യെസ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വെതറിങ്, അപക്ഷയം. അറിയാലോ, ഇതൊരു യെസ്റ്റർഡേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കും. ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ. വെതറിങ്, ഡിഫൈൻ വെതറിങ്, മെൻഷൻ ദ ടൈപ്സ് ഓഫ് വെതറിങ്. ഏതൊക്കെ ടൈപ്സ് ഉണ്ട് അറിയാലോ? 3 ഉണ്ടല്ലോ. യെസ്. അതുപോലെ റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്. എന്താണ്? അപക്ഷയത്തിന്റെ പ്രാധാന്യം കൂടെ എഴുതണം. അപ്പോ എന്താണ് വെതറിങ് ഡിഫൈൻ ചെയ്യണം. 3 ടൈപ്സ് ഓഫ് വെതറിങ് ഏതൊക്കെയാന്ന് കൊടുക്കണം. അതുപോലെ തന്നെ എന്തും വേണം? അപക്ഷയത്തിന്റെ പ്രാധാന്യം കൂടെ എഴുതണം. അപ്പൊ എന്താണ് വെതറിങ് അറിയാലോ. ദെൻ കെമിക്കൽ വെതറിങ്, രാസപരമായ അപക്ഷയ പ്രവർത്തനങ്ങളും ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്. എന്താണ്? ഭൗതികമായ അപക്ഷയ പ്രവർത്തനങ്ങൾ. ദ തേർഡ് വൺ ഈസ് ബയോളജിക്കൽ വെതറിങ്, ജൈവിക അപക്ഷയ പ്രവർത്തനങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളും. എസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് കൂടെ പഠിക്കാം. വാട്ട് ഈസ് ദ കെമിക്കൽ വെതറിങ്, വാട്ട് ഈസ് ദ ഫിസിക്കൽ വെതറിങ്, അതുപോലെ എന്താണ് ബയോളജിക്കൽ വെതറിങ്ങും പഠിച്ചോളൂ. നിർബന്ധമായിട്ടും പഠിച്ചോളൂ. എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്. എന്താണ്? അപക്ഷയത്തിന്റെ പ്രാധാന്യം എന്താണെന്നും കൂടെ എന്ത് ചെയ്യുക? നമുക്കിവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ആൻഡ് ഗിവ് ആൻസേഴ്സ് ടു ദി ഫോളോവിങ്. ചിത്രം നിരീക്ഷിക്കുക, ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പൊ മക്കളെ, ഇത് കണ്ട നിങ്ങൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചിത്രം കണ്ടോ? ഓർമ്മയുണ്ടല്ലോ, നമ്മളെ ചാപ്റ്ററിൽ ലാൻഡ് ഫോം ആണ്. ഏത്? ജിയോമോർഫിക് ഏജന്റുമായി ഉണ്ടാകുന്ന ലാൻഡ് ഫോം ആണ്. അറിയാലോ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനൊരു ചിത്രം നമുക്ക് തരും. എന്നിട്ട് ആ ചിത്രം വെച്ചിട്ട് എന്തുണ്ടാകും? ഇതുപോലെ ചിലപ്പോ എന്താകും? ഇവിടുത്തെ എന്താ എന്ന് കൊടുക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റാലക്ടൈറ്റ് ആണെന്നുള്ളത്. ചിലപ്പോ ഇവിടെ എന്ത് കൊടുക്കും? ഏത് കൊടുക്കും? നമ്മൾ കണ്ടെത്തേണ്ടി വരും. പിന്നെ എന്ത് കൊടുക്കും? ഇവിടെ എന്താണ്? ഇത് പില്ലറാണ്, അറിയാലോ. ഇവിടെ ബി എന്ന് കൊടുക്കും. നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതുപോലെ ഇത് കണ്ടല്ലോ, ഇത് കേവാണ്, ഇവിടെ സി എന്ന് കൊടുക്കും. അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയും ക്വസ്റ്റ്യൻ വരും. ഇവിടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ജിയോമോർഫിക് ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദസ് ഫീച്ചേഴ്സ്. എന്താണ് ഈ സവിശേഷത സൃഷ്ടിക്കുന്ന ഭൂരൂപ രൂപീകരണ സഹായി? ഏതാണ് മക്കളെ? ഏതാണ്? ഗ്രൗണ്ട് വാട്ടർ ആണല്ലോ, അല്ലേ? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ ആൻസർ എന്ത് ചെയ്യാ? ഗ്രൗണ്ട് വാട്ടർ എന്ന് കൊടുക്കുക. ബി എന്താണ്? ക്ലാസിഫൈ ദ ലാബിൾഡ് ഫീച്ചേഴ്സ് ആസ് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിറ്റൽ. അപ്പൊ ഈ ഗ്രൗണ്ട് വാട്ടർ ഏജന്റിലൂടെ ഉണ്ടാകുന്ന ഇറോഷണൽ, ഡെപ്പോസിറ്റൽ എന്ത് വേണം? ലാൻഡ് ഫോംസുകൾ നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. എന്താണത്? ക്വസ്റ്റ്യൻ ബി ആയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു? ഇറോഷണൽ ലാൻഡ് ഫോംസുകൾ എന്താണ്
എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റാലക്ടൈറ്റ് എന്താണ്, സ്റ്റാലഗ്മൈറ്റ് എന്താണ്, കേവ് എന്താണ്, സിങ്ക് ഹോൾ എന്താണ്, അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കട്ടെ. ദെൻ സി ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ദസ് ഫീച്ചേഴ്സ്. ഈ സവിശേഷതകളുടെ രൂപീകരണ പ്രക്രിയ വിവരിക്കും. അപ്പോൾ ABC എന്നിട്ടിട്ട് ഓരോന്നിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതണം. ഒരിക്കലും ഒരൊറ്റ പാരഗ്രാഫ് ആക്കിയിട്ട് ആൻസർ എഴുതരുത്, മാർക്ക് കിട്ടൂല. എൻ്റെ ആൻസർ എന്താണോ എന്നിട്ടിട്ട് ആൻസർ ചെയ്യുക, ബീൻ്റെ ആൻസർ എന്താണോ ബി ഇട്ടിട്ട് ചെയ്യുക, അതുപോലെ സിയും അതുപോലെ ചെയ്യുക. ഓക്കെ ആണല്ലോ? നമുക്ക് എന്താ ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്തൊക്കെയാണ്? ഘാതന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. Then shallow holes are formed on the surface of limestone through solution. എന്താണ്? ലയിച്ചു ചേരൽ മൂലം ചുണ്ണാമ്പ് പാറകളുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുഴികളാണ് എന്ത് മക്കളെ? ഷാലോ ഹോൾസ്. ചുണ്ണാമ്പ് പാറകളുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുഴികളാണ് ഷാലോ ഹോൾസ്. വൃത്താകൃതിയിലും ആയം കുറഞ്ഞുമുള്ള ഇടത്തരം കുഴികളാണ് ഏത്? സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. വൃത്താകൃതിയും ആയം കുറഞ്ഞതും പോലുള്ള കുഴികളാണ് എന്ത്? സിങ്ക് ഹോള്. ചില സമയങ്ങളിൽ ഈ ഹോളിൽ എന്തുണ്ടാകും? മണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അധികം ആയമൊന്നുമില്ലാത്ത കുളങ്ങൾ പോലെ നമുക്കത് തോന്നിയേക്കാം. എന്നാൽ ആ കുളത്തിൽ ആരെങ്കിലും നടക്കെ അതിലോട്ട് വീട് പോവുകയോ ചെയ്താൽ അയാൾ എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. അതാണ് എന്ത് മക്കളെ? ഇത്ര താഴ്ന്നു പോകുന്ന കുഴികളാണ് എന്ത്? ഡോളിൻ സ്റ്റിങ്ക് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ല? മറ്റൊരു എന്താണ്? കേവ്, ഗുഹകളെ അറിയോ? ഗുഹ അറിയില്ലേ? മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടവരുണ്ടോ? ഗുഹകളാണല്ലോ. യെസ്. അപ്പൊ ആ മൂവിയിൽ കാണിക്കുന്നുണ്ട് ഗുഹന്റെ ഉൾഭാഗങ്ങളൊക്കെ താഴോട്ട് പോയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അല്ലെ. യെസ്. അപ്പൊ എന്താ മക്കളെ? കേവ്സ്. കേവ് ഫോർമേഷൻ ഈസ് എ കോമൺ ഇൻ ഏരിയ വേർ ലൈംസ്റ്റോൺ ആർ ഡെൻസ് ആൻഡ് മാസീവ് ഫോമിംഗ് തിക് ബെഡ്സ്. നല്ല കട്ടിയുള്ള ചുണ്ണാമ്പ് പാറകളെ നല്ല കനത്തിലും വിശാലമായും കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഗുഹകൾ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ദെൻ മറ്റ് ഡെപ്പോഷണൽ ലാൻഡ് ഫോംസ് ആണ്. എന്താണ്? ചുണ്ണാമ്പ് കല്ലിലെ മുഖ്യ ഘടകം ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അലിഞ്ഞു ചേർന്ന ജലം കാൽസ്യം കാർബണേറ്റ് നന്നായിട്ട് അലിഞ്ഞു ചേരുന്നുണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വെള്ളത്തിലെ ഈ വെള്ളം ബാഷ്പീകരിച്ച് പോകുമ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് എവിടെ അവശേഷിക്കുകയാണ്? അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അത് അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ലാൻഡ് ഫോംസുകൾ ഉണ്ടാകുന്നത്. ദെൻ ഭൗമാന്തർ ഗുഹകളിലെ ചുണ്ണാമ്പു കല്ലും അതുപോലെ തന്നെ പാളിയിലൂടെ ജലം ഊറിയിറങ്ങുന്നതിന്റെ ഫലമായി രൂപം കൊണ്ട് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന കാൽസ്യം കാർബണുള്ള തൂണുകളാണ് എന്ത്? ഇവിടുത്തെ മുകളിൽ നിന്നും താഴോട്ട് തൂക്കി നിൽക്കുന്ന തൂണുകളാണ് എന്താണ്? സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ മുകളിൽ നിന്നും അല്ലെ, ഈ താഴെയിൽ നിന്നും മുകളിലോട്ട് വരുന്ന ലാൻഡ് ഫോം ഏതാണ്? സ്റ്റാലഗ്മൈറ്റ്സുകളാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സിനോട് യോജിക്കുമ്പോൾ ലാൻഡ് ഫോം ഇല്ലേ, അത് ഏതാണ്? പില്ല് അല്ലെങ്കിൽ കോളമാണ് അല്ലെ. അപ്പൊ ഇത്തരം ലാൻഡ് ഫോംസുകളൊക്കെ നമുക്ക് എവിടെ ഉണ്ടാകുന്നുണ്ട്? ഗ്രൗണ്ട് വാട്ടർ വഴി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 or 1 or 2. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ. എന്താ പറഞ്ഞേ? ഇന്ത്യയിലെ ഏതെങ്കിലും 3 പ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. അറിയാലോ? ഓർമ്മയുണ്ടല്ലോ? സമതലങ്ങളെ, പീഠഭൂമികളെ, മരുഭൂമികളെ, തീരദേശങ്ങളെ.
അറിയാലോ. അതുപോലെ നമുക്ക് എന്താണ് മൗണ്ടെയിൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 4 5 നമുക്ക് ഏതെങ്കിലും 1 2 എസ്സേ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിച്ചു വെച്ചോളൂ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കുന്നത് നോർത്തേൺ പ്ലെയിൻസ്, വടക്കൻ സമതലങ്ങൾ. അത് ഏതാണ് മക്കളെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വടക്കൻ സമതലങ്ങളിൽ വൻതോതിലുള്ള എക്കൽ നിക്ഷേപിക്കുന്നുണ്ട്. കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഈ തടങ്ങളുടെ വീതി എത്ര വരുന്നേ? 3200 കിലോമീറ്റർ ആണ് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് വരുന്നത്. അതുപോലെ 150 മുതൽ 300 മീറ്റർ ആണ് ഇത് വീതിയായിട്ട് വരുന്നത്. എക്കൽ നിക്ഷേപം 1000 മുതൽ 2000 മീറ്റർ ആഴത്തിൽ താഴോട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ നോർത്തേൺ പ്ലെയിൻസ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ബാബർ ആണ്, മറ്റൊന്ന് തറായ്, തേർഡ് വൺ ഇസ് അലൂവിയൽ പ്ലെയിൻസ്. അലൂവിയൽ പ്ലെയിൻസ് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗദാർ, അതുപോലെ തന്നെ ബംഗറായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ബാബർ, അതുപോലെ എന്താണ് തറായ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ഫിസിയോഗ്രഫി ആണ് എന്ത്? പെനിൻസുലാർ പ്ലേറ്റു, ഉപദ്വീപീയ പീഠഭൂമികൾ. അപ്പൊ ഇതെന്താണ്? ഇമ്പോർട്ടൻ്റ്, പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എന്താണ്? ഇത് ഷില്ലോങ് മുതൽ കാർബി ആംഗ്ലോക്ക് വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ഹസാരി ബാഗ്, പാലമു, റാഞ്ചി, മാൾവ, കോയമ്പത്തൂർ, കർണാടക സമതലങ്ങൾ എന്നിവ ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അത്രയും മേഖല ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ ഉപദ്വീപീയ നദികളൊക്കെ അവിടെ ഒഴുകുന്നുണ്ട്. അത് ഫിസിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ ഇതിനെ പെനിൻസുലാർ പ്ലേറ്റു നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെക്കാൻ പ്ലേറ്റു, ദ സെൻട്രൽ ഹൈലാൻഡ്, ദ നോർത്തേൺ ഈസ്റ്റേൺ പ്ലേറ്റു. അപ്പൊ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി ഒക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ഇന്ത്യൻ ഡെസേർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കൂട്ടോ. ഇന്ത്യൻ മരുഭൂമികൾ ഇതെങ്ങനെയാണ്? ആരവല്ലി പർവ്വത നിരക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബർക്കൻസ് പോലെയുള്ള മണൽക്കൂനകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ദ നോർത്ത് പാർട്ട് ദാറ്റ് സ്ലോപ്പ് ടുവേർഡ്സ് ദി സിന്ധ്. Second, the southern part of sloping toward the Rann of Kutch. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് എന്ത്? കോസ്റ്റൽ പ്ലെയിൻസ് ആണ്, തീര പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, അറിയാലോ. പശ്ചിമ തീരപ്രദേശങ്ങൾ നമ്മുടെ എവിടുന്നാണ്? യെസ്, നമ്മുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം വരെ വരുന്നുണ്ട്. ഏത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അറിയാലോ. എവിടുന്നൊക്കെയാ അവിടുന്ന് പോകുന്നത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഐലൻഡുകൾ പഠിക്കാനുണ്ട്, അറിയാലോ. ഐലൻഡുകൾ അറിയാലോ. വെസ്റ്റേൺ കോസ്റ്റ്, അവിടെ അറേബ്യൻ സീയിലുള്ള ഐലൻഡ് ലക്ഷദ്വീപും, അതുപോലെ നമ്മുടെ ബേ ഓഫ് ബംഗാളിലുള്ള ദ്വീപാണ് ഏത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ എങ്ങനെ ലഭിക്കും? എങ്ങനെ ലഭിക്കും മക്കളെ? നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നോട്ട്സ് മാത്രമല്ല, PYQ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ചാപ്റ്റേഴ്സിന്റെ സമ്മറി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ആണല്ലോ. വേസ്റ്റ് ചെയ്യണോ? വേണ്ട. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ ലിങ്ക് ഉണ്ടാകും. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണ് ഇത് എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ
എജുപോർട്ട് ന്യൂ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നല്ല ഫുൾ മാർക്കോടെ ജോഗ്രഫിയിൽ പാസ്സാവണം, A+ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഓണം എക്സാമിന് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പം വരാൻ പോകുന്ന ഡിസംബറോട് നമ്മൾ എല്ലാ പോർഷനും കവർ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതുവരെ എങ്ങനെ നിങ്ങൾക്ക് 4 മാസം കൊണ്ട് ഫുൾ പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാലം നമുക്ക് ആയിട്ട് വരാൻ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.